ഇന്ന് പാൽ കൊഴുക്കട്ടയുണ്ടാക്കാം. മധുരമുള്ള പിടിയെന്നും പറയാറുണ്ട്. ചുവട് കട്ടിയുള്ള ഒരു ഉരുളി എടുത്തിട്ടുണ്ട്. അപ്പം, ഇടിയപ്പം, അരിപ്പത്തിരി ഇതൊക്കെ ഉണ്ടാക്കാവുന്ന അരിപ്പൊടിയാണ് എടുക്കുന്നത്. അത് 1 കപ്പ് എടുക്കുന്നുണ്ട്. 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കാം. ഇത്രയും ചെയ്തതിന് ശേഷമാണ് ഫ്ലെയിം ഓൺ ചെയ്യുന്നത്. അതിനുശേഷം ഉപ്പും വെള്ളവും നല്ലതുപോലെ മിക്സ് ചെയ്യണം. ചിക്കൻ കറിയുടെ കൂട്ടത്തിൽ കഴിക്കുന്ന പിടിക്ക് മധുരമുണ്ടാവുകയില്ല, കൂടാതെ അതിത്രയും ലൂസും ആയിരിക്കത്തില്ല. വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷം പൊടിയിടാം. ഇത് സ്റ്റോറിൽ നിന്നും വാങ്ങിയ അരിപ്പൊടിയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, അരിപ്പൊടി വറുത്തിരിക്കുന്നതിൻ്റെ മൂപ്പനുസരിച്ച് അത് കുഴയ്ക്കാൻ ആവശ്യമായ വെള്ളത്തിന് വേരിയേഷൻ വരും. സാധാരണ 1 കപ്പ് മാവിന് ഇതേമാതിരി 1.5 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമേ വരികയുള്ളൂ. കുഴയ്ക്കാനുള്ള സൗകര്യത്തിന് മാവ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. കൈകൊണ്ട് നല്ല മയത്തിൽ കുഴച്ചെടുക്കണം. ഇത് കുറച്ച് പച്ചവെള്ളമാണ്. ചൂട് മാവല്ലേ കുഴയ്ക്കേണ്ടത്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കൈ ഒന്ന് നനച്ചിട്ട് കുഴയ്ക്കണം. ഒരു സ്റ്റീൽ ഗ്ലാസ് കൊണ്ടും ഇത് കുഴയ്ക്കാവുന്നതാണ്, എന്നാലും കൈകൊണ്ട് കുഴച്ചെടുക്കുന്നത് പോലെ ആവില്ല. ഇവിടെ ഞാൻ മാവെല്ലാം നല്ലതുപോലെ കുഴച്ചതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കുകയാണ്. എല്ലാം ഒരേ വലുപ്പത്തിലായാൽ അത്രയും നല്ലതാണ്. കുറച്ച് മാവ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, ഇതിനൊരാവശ്യമുണ്ട്. 1/4 കപ്പ് വെള്ളം ഒഴിച്ച് അതൊന്ന് കലക്കിയെടുക്കണം. ഇത് തേങ്ങാപ്പാലിലേക്ക് ഒഴിക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. തേങ്ങാപ്പാൽ മാത്രമാണെങ്കിൽ പിടിക്ക് കൊഴുപ്പുണ്ടാവുകയില്ല. ഇത് കലക്കി ഒഴിക്കുവാണെങ്കിൽ ഒന്ന് കുറുകി കിട്ടും. ഇതിപ്പോൾ എന്തോരം മാവുണ്ടെന്ന് ചോദിച്ചാൽ, ഞാൻ ഉരുട്ടി വച്ചിരിക്കുന്ന ബോൾസില്ലേ, അതിൽ ഒരു 4 എണ്ണം ഉണ്ടാക്കാനുള്ള മാവുണ്ട്. ഉരുളിയിലേക്ക് 2 കപ്പ് രണ്ടാം പാലാണ് ഒഴിക്കുന്നത്. ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം. രണ്ടാം പാൽ തിളച്ചു തുടങ്ങുമ്പോൾ ഉരുട്ടി വച്ചിരിക്കുന്ന ബോൾസ് അതിലേക്ക് ഇടണം. തിളയ്ക്കാതെ ഇടാൻ പാടില്ല. അതിനുശേഷം ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇനി പഞ്ചസാര ചേർക്കാം. മധുരം ഓരോരുത്തരുടെ ചോയ്സിന് എടുക്കാം. ബോൾസ് ഒന്നും പൊടിഞ്ഞു പോകാതെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് നല്ലതുപോലെ വെട്ടി തിളയ്ക്കണം. തേങ്ങാപ്പാലിൽ കിടന്നത് വേകണം. 5 മിനിറ്റിന് ശേഷം കലക്കി വെച്ചിരിക്കുന്ന മാവൊഴിക്കാം. ഫ്ലെയിം ചെറുതായിട്ടൊന്ന് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പിടിക്കും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. രണ്ടാം പാൽ കുറുകി വറ്റി തുടങ്ങുമ്പോൾ അതിലേക്ക് 1-ാം പാൽ ഒഴിക്കണം. 1/2 കപ്പ് 1-ാം പാലാണ് ഞാനിവിടെ എടുത്തത്. കൂടാതെ ഏലക്കാപ്പൊടിയും ചേർക്കണം. ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി 1-ാം പാലും ഏലക്കാപ്പൊടിയും മിക്സ് ചെയ്യാം. അതിനുശേഷം ഉരുളിയോടെ എടുത്തൊന്ന് ചുറ്റിക്കണം. ഇപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് നോക്കിയേ, ഇതേമാതിരി ഇരിക്കണം. ആവശ്യത്തിന് കുറുകി സ്പൂണിലെടുത്ത് കഴിക്കാൻ പാകത്തിനാണ് ഉണ്ടാക്കേണ്ടത്. അങ്ങനെ പാൽ കൊഴുക്കട്ട റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഫീഡ്ബാക്ക് തരാനും മറക്കരുത്. ഇനി മറ്റൊരു റെസിപ്പിയുമായി വരാം.